Hi guys, welcome to another video. Today നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ വീറ്റ് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. സെയിം ഇത് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണ് കുഴക്കുന്നത് അതുപോലെ തന്നെ കുഴച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ച് കുറച്ച് എണ്ണയും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത്ര മാത്രമേ നമ്മൾക്ക് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇത് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇടാൻ പോവുകയാണ്. മാവ് ഇട്ടിട്ട് നമുക്ക് പതുക്കെ അത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് പതുക്കെ ആ നൂഡിൽസിൻ്റെ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഞാനിത് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് ചുറ്റിച്ച് കൊടുക്കുകയാണ്. സോ ഞാനിപ്പോൾ ഇത് മൊത്തം ഒറ്റ സ്ട്രെച്ചിലാണ് ഞാനിതെല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് പീസായിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിതിപ്പം ചൂടുവെള്ളത്തിൽ നിന്ന് കോരി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മുടെ നൂഡിൽസ് അവിടെ ചൂടാറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ എണ്ണ ഇപ്പം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം വെളിച്ചെണ്ണ വേണ്ടാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എന്ത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ആദ്യം നമുക്ക് കുറച്ച് ജിഞ്ചർ ഇട്ട് കൊടുക്കാം, അതായത് നമ്മുടെ ഇഞ്ചി. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്നുകൂടി വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഏകദേശം ഉള്ളി ഒന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചില്ലി സോസ് എടുക്കുന്നുണ്ട്. സോയാ സോസ് അധികം എടുക്കുന്നില്ല, കാരണം സോയാ സോസ് പലർക്കും സോയയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് സോയാ സോസ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ടൊമാറ്റോ സോസും കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്വല്പം വിനാഗിരിയും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അത് ജസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇനിയും വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഗ്ഗോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം.